നിയമസഭയിലേക്ക് മത്സരിക്കാൻ നീക്കവുമായി ഷാഫി പറമ്പിൽ എം പി. വീണ്ടും പാലക്കാട് നിന്ന് മത്സരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. UDFന് ഭരണം കിട്ടുകയാണെങ്കിൽ മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഷാഫിയുടെ പുതിയ നീക്കം. ഷാഫിയുടെ നേതൃത്വത്തിൽ പാലക്കാട് രഹസ്യ യോഗവും ചേർന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചെയ്തിട്ടുണ്ട്. അരുൺ, എന്തായാലും ചില നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാവുകയാണ്. ഷാഫി പറമ്പിലിന്റെ ലക്ഷ്യം എന്തായാലും മന്ത്രിസ്ഥാനം തന്നെയാണ്. ഇതിന് പിന്നാലെ രഹസ്യ യോഗം ഇന്നലെ ചേർന്നിരുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായിട്ടും ഷാഫി വടകരയിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട MP ആയതിനു ശേഷം വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം നടത്തുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. വീണ്ടും പാലക്കാട് നിന്ന് മത്സരിക്കാനാണ് ഷാഫി ലക്ഷ്യമിടുന്നത്. ഏതെങ്കിലും തരത്തിൽ UDFന് ഭരണം ലഭിക്കുകയാണെങ്കിൽ മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഷാഫിയുടെ പുതിയ നീക്കം എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായി ഷാഫിയുടെ നേതൃത്വത്തിൽ പാലക്കാട് രഹസ്യ യോഗം ചേർന്നു. പാലക്കാട്ടെ ഷാഫി അനുകൂലികളൊക്കെ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, DCC ജനറൽ സെക്രട്ടറിമാർ, യൂത്ത് കോൺഗ്രസ്, KSU ഭാരവാഹികൾ തുടങ്ങിയവരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി എന്നുള്ളതാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത്തരത്തിലൊരു യോഗം ചേർന്നിരിക്കുന്നത്. ഈ C ചന്ദ്രനെ DCC പ്രസിഡന്റ് ആക്കാൻ ഷാഫി സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ C ചന്ദ്രൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ DCC പ്രസിഡന്റായി PV രാജേഷിനെ ആക്കണമെന്ന് VK ശ്രീകണ്ഠന്റെ ഒരു ആവശ്യവും നിലനിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതിനിടയ്ക്കാണ് പാലക്കാട്ടേക്ക് വീണ്ടും വന്ന് അവിടെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കവുമായി ഷാഫി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും പാലക്കാട്ടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ പാതി വഴിയിലിട്ട് ലോക്സഭയിലേക്ക് വടകരയിലേക്ക് പോയി വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുത്തിവെച്ച് ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിച്ച ഒരു വ്യക്തി കൂടെയാണ് ഷാഫി പറമ്പിൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഷാഫി പാലക്കാട്ടേക്ക് വരുമ്പോൾ പാലക്കാട്ടെ വോട്ടർമാർ അതെങ്ങനെ നോക്കിക്കാണും എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം ഒരു തവണ തങ്ങളെ പാതി വഴിയിലിട്ടിട്ട് പോയ വ്യക്തി വീണ്ടും ഒരു മന്ത്രിസ്ഥാനം വഹിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ശരി, അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.